ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, which of the following is the correct rhyming word? അതെന്റെ കുഞ്ഞാ സൗണ്ട് ആക്കിയതാണ്. അപ്പം which of the following is the correct rhyming words? പെയർ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള പെയറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തേത് ഫാക്ട് ആൻഡ് ട്രങ്ക്. അത് ഒരു റൈമിംഗ് ഉണ്ടോ? ഫാക്ട് ട്രങ്ക് എന്തായി? അപ്പൊ കീഴ് അവസാനിക്കുന്നു, കീഴ് അവസാനിക്കുന്നു. അപ്പൊ അതൊരു ഇല്ല. അപ്പൊ അത് ശരിയായ നമുക്ക് കോളത്തിലാക്കാം, ചതുരത്തിലാക്കിയേക്കാം, തെറ്റായ വട്ടത്തിലാക്കാം. അടുത്തത് ബി. Case and pace. Case, pace. Case, pace. അല്ലേ? Case, pace. അപ്പൊ ഇതെന്തോ ഒരു റൈമിങ് ഇല്ലേ? ഉണ്ട് അല്ലേ? അപ്പൊ ഇത് കോളത്തിലാക്കി. ഇനി പേജ്, പേസ്. പേജ് ആൻഡ് പേസ്. പേജ് പിന്നെ പേസ്. ഒരിതുണ്ടോ? ഇല്ല. അപ്പൊ അതും പെട്ടെന്ന് ഇതെന്താണുള്ളത്? വേർഡ് അൺഫേർഡ്. വേർഡ് ആൻഡ് അൺഫേർഡ്. ഇതും ഇല്ല അല്ലേ? അപ്പൊ എന്തേ ഉള്ളൂ? കേസ് ആൻഡ് പേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഉത്തരം, കേസ് ആൻഡ് പേസ്. അടുത്തത്, വാട്ട് ഡസ് എ ഫാസ്റ്റ് പിക്കപ്പ് മീൻ ഇൻ ദ ലൈൻ? സോ പിക്കപ്പ് എ ബുക്ക്. സോ പിക്കപ്പ് എ ബുക്ക്. ഇതില് ഈ സോ പിക്കപ്പ് എ ബുക്ക് എന്നുള്ള വരി സോ പിക്കപ്പ് അല്ലേ? പിക്കപ്പ് എ ബുക്ക്. സോ പിക്കപ്പ് എ ബുക്ക് എന്നുള്ള വരിയില് ഈ പിക്കപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പിക്കപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അത് നമുക്കറിയാം. സോ പിക്കപ്പ് എ ബുക്ക്. അത് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ത്രോ എവേ, അതായത് ദൂരേക്ക് എറിയുക. ഇപ്പൊ നമ്മൾ ബോൾ ത്രോ എന്നാണ് പറയാറില്ലേ? ദൂരേക്ക് എറിയുകയാണോ? അല്ലെങ്കിൽ ടേക്ക് ഇൻ യുവർ ഹാൻഡ്. നമ്മൾ ഇപ്പം ഇതെന്റെ മാത്സിന്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ആണ്. ഞാൻ ഇതെന്റെ കയ്യിലേക്ക് എടുത്തു. ടേക്ക് ഇൻ യുവർ ഹാൻഡ്. ടേക്ക് ഇൻ യുവർ ഹാൻഡ്. ഓക്കെ. അല്ലെങ്കിൽ ടിയർ ഇൻ ടു പീസസ്. അത് നമ്മൾ പീസ് ആക്കുന്നതാണോ? അല്ല അല്ലേ, പീസസ് ഒന്നും ആക്കാറില്ല. ഹൈഡ് സംഭവം. ഇതിപ്പോ ഞാൻ ഇതിന്റെ ബാക്കിൽ ഒളിപ്പിച്ച് വെക്കുന്നതാണോ പറയുന്നത്? അവിടെ ഇതിന്റെ ബാക്കിൽ ഒളിപ്പിച്ച് വെക്കുന്നൊക്കെ ഉണ്ടോ? ഇല്ല. എന്തേ ഉള്ളൂ അവിടെ? നമ്മളതിനെ എടുക്കുന്നതേ ഉള്ളൂ. നമ്മളതിനെ എടുക്കുന്ന. ടേക്ക് ഇൻ യുവർ ഹാൻഡ്. ടേക്ക് in your hand. Okay, take in your hand. അതാണ് പിക്കപ്പ് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the opposite word of strange is given below. ഈ ഓപ്പോസിറ്റ് വേർഡ് അല്ലേ? ഓപ്പോസിറ്റ് വേർഡ് ആന്റോണിം എന്ന് പറയാറില്ലേ? സ്ട്രേഞ്ച്. സ്ട്രേഞ്ചിന്റെ ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നു. വിച്ച് വൺ ഈസ് കറക്റ്റ്? ഏതാണ് അതിൽ ശരിയായത്? സ്ട്രേഞ്ചിന്റെ ആന്റോണിം ആണ് വേണ്ടത്. സ്ട്രേഞ്ച് അല്ലേ? സ്ട്രേഞ്ച്. ഓക്കെ, സ്ട്രേഞ്ചിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് നമുക്ക് വേണ്ടത്.
വെച്ചാൽ എന്താണ്? സ്ട്രേഞ്ചർ എന്ന് വെച്ചാല് അപരിചിതം എന്നാണ് അല്ലേ? അപരിചിതം നമുക്കറിയാത്ത അപരിചിതർ എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ സ്ട്രേഞ്ചർ എന്ന് വെച്ചാല് അപരിചിതം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപരിചിതം. വിച്ച് വൺ ഈസ് കറക്റ്റ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ് കറക്റ്റ്? സ്ട്രേഞ്ച് എന്ന് പറയുമ്പോ അപരിചിതം എന്ന് പറയുമ്പോ പരിചിതം ആയിരിക്കുമല്ലോ എന്തായാലും. അപരിചിതം, പരിചിതം, പരിചിതം. ഈ പരിചിതത്തിന് ഏതാണ് വേണ്ടതെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓപ്ഷൻ ന്യൂ. ന്യൂ എന്നുള്ളത് എന്താണ്? പുതിയതെന്നാണ് അർത്ഥം വരുന്നത്. ഡിഫറൻറ്റ്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. വ്യത്യസ്തമായിട്ടുള്ളത് എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ഓഡ്, അത് ഒറ്റപ്പെട്ടത് എന്നാണ്. ഓഡ്, ഓഡ് വൺ എന്നൊക്കെ പറയാറില്ലേ? ഒറ്റപ്പെട്ടത്. ഫാമിലിയർ, അതാണ് പരിചിതം അല്ലേ? ഫാമിലിയർ, ഫാമിലിയർ. ഓക്കെ. ഫാമിലിയർ ആണ് പരിചിതം എന്നുള്ള അർത്ഥം വരുന്ന വാക്ക്. ഫാമിലിയർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിംഗ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഇൻ ബ്രാക്കറ്റ്സ്. പ്രസന്റ് ഓർ പാസ്റ്റ് ടെൻസ്, അതായത് വർത്തമാനകാലോ അല്ലെങ്കിൽ ഭൂതകാലോ ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ? വർത്തമാനകാലോ അല്ലെങ്കിൽ നമുക്ക് ഭൂതകാലത്തിലും നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? പറ്റും. ലാസ്റ്റ് ഡാഷ് എ ന്യൂ മൂവി അല്ലെ? ലാസ്റ്റ് വീക്ക് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വീക്ക് dash new movie അല്ലേ? ന്യൂ മൂവി. അപ്പൊ ലാസ്റ്റ് വീക്ക് ഡാഷ് എ ന്യൂ മൂവി എന്നാ പറയുന്നത്. ഡാഷ് അവിടെ എന്താ വേണ്ടത്? ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? വാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. വാച്ച്, വാച്ച്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞത് ഈ സോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വാച്ച് എന്നല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞു, നിരീക്ഷിച്ചു കഴിഞ്ഞു എന്നല്ലേ പറയാറ്? അപ്പൊ എങ്ങനെയാ പറയാ? വാച്ച് ആണോ, വാച്ച്ഡ് ആണോ, വാച്ചിങ് ആണോ? വെറും വാച്ച് തന്നെയാണോ? വാച്ച്ഡ് ആണ്. കാരണം അത് എന്താണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞ ഒരു കാര്യമാണല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം യെസ്റ്റർഡേ ഐ വാച്ച്ഡ് TV എന്ന് പറയാം അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ വേണ്ടത് വാച്ച്ഡ് ആണ്. വേണ്ടത് വാച്ച്ഡ്. ഓക്കെ. ലാസ്റ്റ് വീക്ക് we watched a new movie. Last week we watched a new movie. Okay. അപ്പൊ ഇത് അടുത്ത ചോദ്യം. ഇതൊരു വേർഡാണ് മനസ്സിലല്ലേ? ഓക്കെ. ഈ വേർഡ് ഇതിന്റെ അർത്ഥമാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. The word wisely means. What's the meaning? നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അതിന് നമുക്കൊരു സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. Rahul felt proud because he stayed calm and acted wisely during the situation. അതായത് നമ്മളെ ഇതുപോലെ എന്താണ് ദിൽവാന്റെ കഥ പോലെ അല്ലേ? സ്റ്റേഡ് കാമായിട്ട് നിന്നിട്ട് കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ സ്മാർട്ടായിട്ട് ഈ സിറ്റുവേഷനെ നേരിട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? അപ്പം വരുമ്പോ ഒരു മരം താഴെ വീണു, ട്രാഫിക് ബ്ലോക്കായി. അപ്പൊ പോലീസിനെ വിളിച്ചു, മരം നീക്കി. ഇതൊക്കെ കഥയിലുണ്ടേ, അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. അപ്പൊ
പറയുന്നത് വൈസ്ലി. ഇവിടെ ആക്റ്റഡ് വൈസ്ലി ഡ്യൂറിംഗ് ദ സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഓപ്ഷൻ ഉണ്ട് ഇൻ എ സില്ലി വേ, ഒരു ഇങ്ങനെയുള്ള വേ എന്ന് പറയും. ഇപ്പൊ അത് നിസാരമായ ഒരു വഴി എന്ന് പറയാം. നിസാരമായ ഒരു വഴി. പിന്നെ കെയർലെസ് വഴി, വേ, കെയർലെസ് വേ, അതായത് നമ്മള് വളരെ കെയർലെസ് ആയിട്ടുള്ളത് ഉള്ള ഒരു വഴി. ഓക്കെ, അതായത് ശ്രദ്ധയില്ലാത്ത ഒരു വഴി. പിന്നെ ഉള്ളത് ഇന്ന ഫാസ്റ്റ് വേ, അതായത് ഒരു വേഗതയുള്ള വഴി എന്നാണ് പറയുന്നത്. വേഗതയിൽ നമുക്ക് പോകുന്നൊരു വഴി അതാണോ? അല്ലെങ്കിൽ ഇന്ന സ്മാർട്ട് ആൻഡ് കെയർഫുൾ വേ ആണ്, അതായത് വളരെ സ്മാർട്ട് ആൻഡ് കെയർഫുൾ വേ. ഓക്കെ, അപ്പൊ അതാണ് ഉത്തരം. സ്മാർട്ട്, കെയർഫുൾ എന്ന് വെച്ചാൽ നമ്മള് ശ്രദ്ധയുള്ള ഒരു വഴി, അതാണ് ഉത്തരം. ഇൻ എ സ്മാർട്ട് ആൻഡ് കെയർഫുൾ വേ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇൻ എ സ്മാർട്ട് ആൻഡ് careful way. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ആണ് എടുത്തത്. ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ പുതിയൊരു വിഷയമായിട്ടാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.